നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകര ആക്രമണത്തിന്റെ 15ാം ദിനം പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ തകർത്തെറിഞ്ഞ് പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിച്ച് സംയുക്ത സേന. പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സേനയെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ മറുപടി അഭിമാനകരമെന്ന് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രന്റെ മകൾ ആരതി. പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യത്തിന് ബിഗ് സല്യൂട്ടെന്ന് ഭീകരർക്കെതിരെ ഏത് നീക്കത്തിലും രാജ്യം ഒറ്റക്കെട്ടാണെന്ന് മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണി. രാജ്യം ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യൻ ആർമി ഒപ്പമുണ്ടാകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും തെളിയിച്ചുവെന്ന് നടൻ മമ്മൂട്ടി. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ 9 നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസ് നിർത്തിവെച്ചതായി എയർ ഇന്ത്യ. ഇന്ത്യയുമായുള്ള കുടിയേറ്റ നയത്തിൽ മാറ്റം വരുത്താതെയുള്ള നിർണായക വ്യാപാര കരാറിൽ ഇന്ത്യയും UKയും ഒപ്പുവെച്ചു. കാനഡ US-ന്റെ 51ാമത് സംസ്ഥാനമായി മാറാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയ ട്രംപിന് മറുപടിയുമായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. കാനഡ വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് മറുപടി. യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുടെ ചാൻസലറായ മെർസ് ട്രംപുമായി വ്യാഴാഴ്ച ഫോണിൽ സംസാരിക്കാൻ പദ്ധതിയുണ്ടെന്ന് റിപ്പോർട്ട്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് ഖത്തർ അമീറുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച ടെലിഫോണിൽ സംസാരിച്ചു. ഖത്തറിൽ പൊടിക്കാറ്റ് മെയ് 8 വരെ തുടരുമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 15ാം ദിനം പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന കര, വ്യോമ, നാവികസേന സംയുക്ത നീക്കത്തിലൂടെ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. ആക്രമണത്തിൽ 70 ഭീകരർ കൊല്ലപ്പെട്ടു, 80 പേർക്ക് പരിക്കേറ്റു. മുറിഡ്കയിലെ ലഷ്കർ ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തെറിഞ്ഞതെന്ന് സൈന്യം വ്യക്തമാക്കി. നീതി നടപ്പാക്കിയെന്നായിരുന്നു എക്സിലൂടെയുള്ള സൈന്യത്തിന്റെ പ്രതികരണം. ആക്രമണം ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമാണെന്ന് സേന വ്യക്തമാക്കിയിട്ടുണ്ട്. പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ലെന്ന് സൈന്യം അറിയിച്ചു. ജെയ്ഷെ തലവൻ മൗലാന മസൂദ് അസറിന്റെ താവളത്തിനു നേരെയും ആക്രമണം ഉണ്ടായി. മെഹ്മൂനയിലെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങളും തകർത്തു. പുലർച്ചെ 1:44 റഫാൽ വിമാനങ്ങളും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള തിരിച്ചടി നൽകിയത്. രാജ്യത്തെ 6 ഇടങ്ങൾ ആക്രമിക്കപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. പുലർച്ചെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് കമ്പനികൾ ഖത്തർ എയർവേസ് വിമാന സർവീസുകൾ റദ്ദാക്കി. നിരവധി സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. പാകിസ്ഥാനിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ലേ, ജമ്മു, ശ്രീനഗർ, അമൃത്സർ, ധരംശാല വിമാനത്താവളങ്ങൾ അടച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിച്ച് സംയുക്ത സേനയുടെ വാർത്താ സമ്മേളനം. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദമായി രാജ്യത്തോട് വിശദീകരിച്ചത്. ആക്രമണത്തിൽ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായും സൈന്യം വ്യക്തമാക്കി. സൈനിക തിരിച്ചടി നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച് സൈന്യം വാർത്താ സമ്മേളനം നടത്തി. കൃത്യമായ തെളിവുകൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം. കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. സാധാരണ ജനങ്ങൾക്ക് യാതൊരു കുഴപ്പവും വരാത്ത വിധമുള്ള ആക്രമണം ഉറപ്പാക്കും വിധമാണ് ആക്രമണ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തതെന്നും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിശദീകരിച്ചു. ഇന്ത്യയിലെ 9 നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസ് നിർത്തിവെച്ചതായി എയർ ഇന്ത്യ. ജമ്മു, ശ്രീനഗർ, ലേ, ഗുജറാത്തിലെ ജാംനഗർ, രാജ്കോട്ട്, ഭുജ്, പഞ്ചാബിലെ അമൃത്സർ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയത്. ജമ്മു, ധർമ്മശാല ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് സർവീസ് നിർത്തിവെച്ചതായി സ്പൈസ് ജെറ്റും ഇൻഡിഗോയും അറിയിച്ചു. കറാച്ചിയിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കിയതായി പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ വ്യോമപരിധി അടച്ചതിനെ തുടർന്ന് പാകിസ്ഥാനിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചതായി ഖത്തർ എയർവേസും വ്യക്തമാക്കി. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും അവധി പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. സുരക്ഷ കണക്കിലെടുത്താണ് നടപടി. ഇന്ത്യയുമായുള്ള കുടിയേറ്റ നയത്തിൽ ഒരു മാറ്റവും വരുത്താതെയുള്ള നിർണായക വ്യാപാര കരാറിൽ ഇന്ത്യയും UKയും ഒപ്പുവെച്ചു. UK കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് വിസ്കി, കാറുകൾ, മറ്റ് ഉൽപ്പന്നങ്ങൾ
എന്നിവ കയറ്റുമതി ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിനും ഇന്ത്യയുടെ വസ്ത്രങ്ങൾ, പാദരക്ഷകൾ എന്നിവയുടെ കയറ്റുമതിയിൽ നികുതി കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഒരു വ്യാപാര കരാറിലാണ് യുകെയും ഇന്ത്യയും ഒപ്പുവെച്ചത്. 3 വർഷമെടുത്ത് തയ്യാറാക്കിയ കരാറിൽ യുകെയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റ നയങ്ങളിൽ ഒരു മാറ്റവും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ബ്രിട്ടീഷ് സർക്കാർ വ്യക്തമാക്കി. അഭിലാഷപൂർണവും പരസ്പര പ്രയോജനകരവുമായ ഒരു ചരിത്ര നാഴികക്കല്ല് എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരാറിനെ വിശേഷിപ്പിച്ചത്. നമ്മുടെ 2 സമ്പദ് വ്യവസ്ഥകളിലും വ്യാപാരം, നിക്ഷേപം, വളർച്ച, തൊഴിലവസര സൃഷ്ടി, നവീകരണം എന്നിവയെ ഉത്തേജിപ്പിക്കുവാൻ ഈ കരാർ സഹായിക്കുമെന്നും നരേന്ദ്രമോദി എക്സിൽ വ്യക്തമാക്കി. ഈ കരാർ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ബ്രിട്ടീഷ് ജനതയ്ക്കും ബിസിനസിനും വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാമർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം യുകെയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം 42.6 ബില്യൺ പൗണ്ടായിരുന്നു. 2040 ആകുമ്പോഴേക്കും ഈ വ്യാപാരം പ്രതിവർഷം 25.5 ബില്യൺ പൗണ്ട് അധികമായി വർദ്ധിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. കാനഡ യുഎസിന്റെ 51ാമത്തെ സംസ്ഥാനമായി മാറാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി നൽകിയ ഉറച്ച മറുപടി കാനഡ വിൽപ്പനയ്ക്കുള്ളതല്ല എന്നാണ്. യുഎസും കാനഡയും തമ്മിലുള്ള ബന്ധം അടുത്തിടെ വഷളായിരുന്നുവെങ്കിലും ഏറെക്കുറെ സൗഹാർദ്ദപരമായും ഒരു ഓവൽ ഓഫീസ് മീറ്റിംഗിൽ ഇരുവരും പരസ്പരം പ്രശംസിക്കുകയും ചെയ്തു. കാനഡയുമായി സൗഹൃദം സ്ഥാപിക്കാൻ മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് മാർക്ക് കാർണിയുമായി നടത്തിയ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. കാനഡയെ യുഎസിന്റെ 51ാമത്തെ സംസ്ഥാനമാക്കാനുള്ള സാധ്യതയില്ലെന്ന ഉറപ്പും കാർണി നേടി. കാനഡയെ യുഎസിൽ ഉൾപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള ട്രംപിന്റെ നിർദ്ദേശത്തോടും മാർക്ക് കാർണി ഉറച്ചതും എന്നാൽ വ്യക്തമായ സ്വരത്തിലുമാണ് പ്രതികരിച്ചത്. ട്രംപ് ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കാർണിയെ എക്കാലത്തെയും മികച്ച രാഷ്ട്രീയ തിരിച്ചുവരവുകളിലൊന്ന് എന്ന് പ്രശംസിക്കുകയും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വൈറ്റ് ഹൗസിനുള്ളിൽ ഒരു ബഹുമതിയായി വിശേഷിപ്പിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പരിവർത്തന പ്രസിഡന്റാണ് താനെന്നും കാർണി പറഞ്ഞു. തന്റെ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും അകന്നു നിൽക്കാൻ അമേരിക്കയോട് മുന്നറിയിപ്പ് നൽകി ജർമ്മനിയുടെ പുതിയ ചാൻസലർ ഫ്രെഡറിക് മെർസ്. തീവ്ര വലതുപക്ഷ AfDക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സഖ്യകക്ഷികളിൽ നിന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് ശക്തമായ പിന്തുണ ലഭിച്ചതിനെ തുടർന്നാണ് മെർസിന്റെ പ്രതികരണം. അമേരിക്കയിൽ നിന്നുള്ള സമീപകാല അസംബന്ധ നിരീക്ഷണങ്ങളെ മെർസ് അപലപിച്ചു. ജർമ്മൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിന്നും അമേരിക്കൻ ഗവൺമെന്റ് വലിയ തോതിൽ വിട്ടുനിൽക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും മെർസ് പറഞ്ഞു. യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുടെ ചാൻസലറായ മെർസും ട്രംപുമായി വ്യാഴാഴ്ച ഫോണിൽ സംസാരിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. സെപ്റ്റംബറിൽ ഇസ്രായേലിലേക്കുള്ള പ്രധാന ആയുധ കയറ്റുമതി ലൈസൻസുകൾ സർക്കാർ താൽക്കാലികമായി നിർത്തിവച്ചിട്ടും യുകെയിലെ സ്വകാര്യ സ്ഥാപനങ്ങൾ F-35 യുദ്ധവിമാനത്തിന്റെ ഭാഗങ്ങളടക്കം യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് സൈനിക വസ്തുക്കൾ ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ടെന്ന് വ്യാപാര ഡേറ്റ സൂചന നൽകുന്നു. ഈ ആയുധങ്ങൾ ഗാസ പിടിച്ചെടുക്കുന്ന ഇസ്രയേലി സൈന്യം ഉപയോഗിക്കുന്നതായും വിമർശനം ഉയരുന്നുണ്ട്. UK F-35 ഭാഗങ്ങൾ ഇസ്രയേലിനോട് നേരിട്ട് വിൽക്കുന്നത് തുടർന്നു എന്ന ചോദ്യവും കണക്കുകൾ ഉയർത്തുന്നുണ്ടെന്ന് ആരോപിച്ച് മുൻ ലേബർ ഷാഡോ ചാൻസലർ ജോൺ മക്ഡൊണാൾഡ് ഇത് സംബന്ധിച്ച് പൂർണ്ണമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന് ആയുധ വിൽപ്പന നിരോധിച്ചതായി വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി സെപ്റ്റംബറിൽ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചതായും ആരോപണം ഉയർന്നു. പലസ്തീൻ യൂത്ത് മൂവ്മെന്റ്, പ്രോഗ്രസീവ് ഇന്റർനാഷണൽ വർക്കേഴ്സ് ഫോർ എ ഫ്രീ പാലസ്തീൻ എന്നിവ സംയുക്തമായി നടത്തിയ ഗവേഷണം 200 ആയുധ കയറ്റുമതി ലൈസൻസുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന് ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചത് എന്താണെന്ന് കണ്ടെത്താമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുഡാനീസ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന് അർദ്ധ സൈനിക പിന്തുണ നൽകുന്നതായി ആരോപിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുമെന്ന് സുഡാൻ സുരക്ഷാ പ്രതിരോധ കൗൺസിൽ പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച ഒരു ടെലിവിഷൻ പ്രസംഗത്തിനിടെ സുഡാൻ പ്രതിരോധ മന്ത്രി യാസിൻ ഇബ്രാഹിം സുഡാൻ UAEയുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയാണെന്നും തങ്ങളുടെ അംബാസഡറെ തിരിച്ചു വിളിക്കുകയാണെന്നും അറിയിക്കുകയായിരുന്നു. 2023 ഏപ്രിൽ മുതൽ രക്തരൂക്ഷിതമായ ആഭ്യന്തര യുദ്ധത്തിൽ സൈന്യത്തിനെതിരെ പോരാടുന്ന RSF വഴിയും UAE സുഡാന്റെ പരമാധികാരം ലംഘിച്ചുവെന്നും സുഡാൻ ആരോപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമമെന്നോണം US ചൈനീസ് ഉദ്യോഗസ്ഥർ ഈ ആഴ്ച വ്യാപാര താരിഫ് ചർച്ചകൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്.
മെയ് 9 മുതൽ 12 വരെ സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ചർച്ചകളിൽ ചൈനീസ് വൈസ് പ്രീമിയർ ഹെഡ് ലൈഫ് പങ്കെടുക്കുമെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രിറും യോഗത്തിൽ വാഷിംഗ്ടണിനെ പ്രതിനിധീകരിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% വരെ പുതിയ ഇറക്കുമതി നികുതി ഏർപ്പെടുത്തിയതോടെ US-ൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് 125% ലെവി ചുമത്തി ബീജിംഗ് തിരിച്ചടിച്ചു. വ്യാപാര തർക്കത്തിന് ഉടൻ പ്രതിവിധി ഉണ്ടാകില്ലെന്നും താരിഫിൽ നീക്കുപോക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് ഖത്തർ അമീറുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച ടെലിഫോണിൽ സംസാരിച്ചു. സംഭാഷണത്തിൽ ഖത്തർ ഇന്ത്യക്ക് പിന്തുണ അറിയിക്കുകയും പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്തു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ഖത്തർ അമീർ പൂർണ്ണ പിന്തുണ അറിയിച്ചതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം എക്സ് പ്ലാറ്റ്ഫോം വഴി പങ്കുവച്ചു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ നടപടികൾക്കും അമീർ പിന്തുണ അറിയിച്ചുവെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഭാവിയുടെ വിമാനത്താവളം എന്ന് വിളിക്കപ്പെടുന്ന ദുബൈയിൽ ഒരുങ്ങുന്ന അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഒരുങ്ങുന്നത് അതിനൂതനമായ സംവിധാനങ്ങൾ. വിമാനത്താവളത്തിൽ സജ്ജമാക്കുന്ന സ്മാർട്ട് ഇടനാഴിയിലൂടെ വെറും സെക്കൻഡുകൾ കൊണ്ട് യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ പൂർത്തിയാക്കാം. നിലവിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സ്മാർട്ട് ഗേറ്റുകൾ വഴി ഒരു സമയം ഒരു യാത്രക്കാരനാണ് കടന്നുപോകാൻ കഴിയുന്നതെങ്കിൽ പുതിയ വിമാനത്താവളത്തിൽ സ്മാർട്ട് കോറിഡോർ വഴി ഒരു സമയം 10 പേർക്ക് കടന്നുപോകാനാകും. ചൊവ്വാഴ്ച ദുബൈയിൽ നടന്ന എയർപോർട്ട് ഷോയിൽ GDRFA ഡയറക്ടർ ജനറൽ ജനറൽ അഹമ്മദ് അൽ മറി ദുബായിലെ പുതിയ വിമാനത്താവളത്തിൽ ഒരുങ്ങുന്ന തടസ്സരഹിതമായ യാത്രയെക്കുറിച്ച് വിശദമാക്കി. നേരത്തെ പാസ്പോർട്ട് പരിശോധിക്കുവാനും സ്റ്റാമ്പ് ചെയ്യാനുമുള്ള നടപടിക്രമങ്ങൾ വേണ്ടിവന്നിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ പാസ്പോർട്ടുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പരിശോധിക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുബായിയുടെ സ്വപ്ന പദ്ധതിയായ 20 മിനിറ്റ്സ് സിറ്റിയുടെ മാതൃകാ പദ്ധതി ഏറ്റെടുത്ത് അൽബർഷ 20 മിനിറ്റിൽ എത്താവുന്ന നഗര പദ്ധതിയുടെ മോഡലാണ് അൽബർഷ 2-വിൽ പുരോഗമിക്കുന്നത്. മോഡൽ ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് എന്ന പദ്ധതിയിൽ 17 കിലോമീറ്റർ നടപ്പാതയും സൈക്കിൾ ട്രാക്കും ഉൾപ്പെടും. നിലവിൽ 550 കിലോമീറ്റർ സൈക്കിൾ ട്രാക്കാണ് ദുബായിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൽ 100 കിലോമീറ്റർ നിർമ്മാണത്തിലാണ്. ഖത്തറിൽ പൊടിക്കാറ്റ് തുടരുമെന്ന് മുന്നറിയിപ്പ്. മെയ് 8 വരെ രാജ്യത്ത് പൊടിക്കാറ്റ് തുടരുമെന്നും ഇത് വായു ഗുണനിലവാരം, കാഴ്ച പരിധി, കാലാവസ്ഥാ സ്ഥിതിഗതികൾ എന്നിവയെ ബാധിക്കുമെന്നും ഖത്തർ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റ് അനുഭവപ്പെടുന്നതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊടിക്കാറ്റ് കണക്കിലെടുത്ത് തൊഴിലിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ഹൈലൈറ്റ്സ്. പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സേനയെ അഭിനന്ദിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യക്കെതിരായ ഏത് ആക്രമണത്തിനും മോദി സർക്കാർ തിരിച്ചടി നൽകുമെന്നും സൈന്യത്തിൽ അഭിമാനമെന്നും ഭീകരതയെ വേരോടെ പിഴുതെറിയുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കും നമ്മുടെ ജനതയ്ക്കും നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും ഉചിതമായ മറുപടി നൽകുമെന്നും മോദി സർക്കാർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ മറുപടി അഭിമാനകരമെന്ന് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി N. രാമചന്ദ്രന്റെ മകൾ ആരതി. ഇതുപോലെ ഇന്ത്യ തിരിച്ചടിക്കണം. തനിക്കടക്കമുണ്ടായ നഷ്ടം നികത്താനാകില്ല, കണ്ട കാഴ്ചകൾ മറക്കാനാകില്ല. പക്ഷേ ഇന്ത്യക്കാരി എന്നതിൽ ഇപ്പോൾ താൻ അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നുവെന്നും ആരതി കൂട്ടിച്ചേർത്തു. പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യത്തിന് ബിഗ് സല്യൂട്ടെന്നും ഭീകരർക്കെതിരായ ഏത് നീക്കത്തിലും രാജ്യം ഒറ്റക്കെട്ടാണെന്നും മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണി. ഇന്ത്യൻ സേനയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഇനിയും ഭീകരർക്കെതിരായി കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ നടത്തുന്നത് യുദ്ധമല്ല, ഭീകരർക്കെതിരെയുള്ള നടപടിയാണ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭീകരതയാണ്. ഇന്ത്യയ്ക്കൊപ്പം ലോക മനസ്സാക്ഷിയും ഉണ്ടാകും. തുടർന്നുള്ള കാര്യങ്ങൾ സൈന്യം ചെയ്യും. കേന്ദ്രം അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെന്നും AK ആന്റണി കൂട്ടിച്ചേർത്തു. പാക് അധീന കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് നടൻ മമ്മൂട്ടി. രാജ്യം ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യൻ ആർമി ഒപ്പമുണ്ടാകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും തെളിയിച്ചെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു.
നമ്മുടെ യഥാർത്ഥ ഹീറോകൾക്ക് സല്യൂട്ട് എന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ മമ്മൂട്ടി കുറിച്ചു. നമ്മുടെ യഥാർത്ഥ ഹീറോകൾക്ക് സല്യൂട്ട്. രാജ്യം ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യൻ ആർമി ഒപ്പമുണ്ടാകുമെന്നും ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും തെളിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ജീവൻ രക്ഷിച്ചതിനും പ്രത്യാശ പുനഃസ്ഥാപിച്ചതിനും നന്ദി. നിങ്ങൾ രാഷ്ട്രത്തിന് അഭിമാനമാണെന്നും ജയ് ഹിന്ദ് എന്നാണ് മമ്മൂട്ടി കുറിച്ചത്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 112.88 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 84.58 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 95.96 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.33 US ഡോളർ. ഇനി സ്പോർട്സ്. ഫുട്ബോൾ. സ്പാനിഷിൽ വമ്പന്മാരായ ബാഴ്സലോണയെ തകർത്ത് ഇന്റർ മിലാൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫൈനലിൽ. രണ്ടാം പാദ സെമിയിൽ ബാഴ്സലോണയെ സ്വന്തം തട്ടകത്തിൽ 4-3 മറികടന്നാണ് ഇന്റർ മിലാന്റെ ഫൈനൽ പ്രവേശനം. ബാഴ്സയുടെ തട്ടകത്തിൽ നടന്ന ആദ്യ പാദ പോരാട്ടം 3-3 സമനിലയിൽ അവസാനിച്ചിരുന്നു. ഇതോടെ ഇരു പാദങ്ങളിലുമായി 7-6 ലീഡ് നേടിയാണ് ഇന്റർ മിലാന്റെ കലാശപ്പോരാട്ടത്തിന് അർഹത നേടിയത്. നാളെ പുലർച്ചെ നടക്കുന്ന PSG ആർസണൽ രണ്ടാം സെമി ഫൈനൽ വിജയികളുമായി ഇന്റർ മിലാൻ ഫൈനലിൽ ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഹൽഗാം ഭീകര ആക്രമണത്തിന്റെ 15ാം ദിനം പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ തകർത്തെറിഞ്ഞ് പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിച്ച് സംയുക്ത സേന. പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സേനയെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ മറുപടി അഭിമാനകരമെന്ന് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി N രാമചന്ദ്രന്റെ മകൾ ആരതി. പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യത്തിന് ബിഗ് സല്യൂട്ടെന്ന് ഭീകരർക്കെതിരെ ഏത് നീക്കത്തിലും രാജ്യം ഒറ്റക്കെട്ടാണെന്ന് മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണി. രാജ്യം ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യൻ ആർമി ഒപ്പമുണ്ടാകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും തെളിയിച്ചുവെന്ന് നടൻ മമ്മൂട്ടി. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ 9 നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസ് നിർത്തിവെച്ചതായി എയർ ഇന്ത്യ. ഇന്ത്യയുമായുള്ള കുടിയേറ്റ നയത്തിൽ മാറ്റം വരുത്താതെയുള്ള നിർണായക വ്യാപാര കരാറിൽ ഇന്ത്യയും UKയും ഒപ്പുവെച്ചു. കാനഡ US-ന്റെ 51ാമത് സംസ്ഥാനമായി മാറാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയ ട്രംപിന് മറുപടിയുമായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. കാനഡ വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് മറുപടി. യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുടെ ചാൻസലറായ മെർസ് ട്രംപുമായി വ്യാഴാഴ്ച ഫോണിൽ സംസാരിക്കാൻ പദ്ധതിയുണ്ടെന്ന് റിപ്പോർട്ട്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് ഖത്തർ അമീറുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച ടെലിഫോണിൽ സംസാരിച്ചു. ഖത്തറിൽ പൊടിക്കാറ്റ് മെയ് 8 വരെ തുടരുമെന്ന് മുന്നറിയിപ്പ്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.